നമസ്കാരം. കല്യാണ പാർട്ടി നടക്കുന്ന വീട്ടിൽ ഗ്രഹനാഥൻ എന്ന വ്യാജേന കടന്നുകൂടി അതിഥികളായി വരുന്ന സകല പെണ്ണുങ്ങളെയും ആശ്ലേഷിച്ച് ആസ്വദിക്കുന്ന ജഗതിയുടെ ഒരു കഥാപാത്രത്തെ ഓർത്തുപോയി ഈ രംഗം കണ്ടപ്പോൾ. KPCC ആസ്ഥാനത്ത് നിർണായകമായ MLA-മാരുടെ യോഗം നടക്കുകയായിരുന്നു. രാവിലെ മുതൽ കുളിച്ചൊരുങ്ങി വന്ന് കാത്തുനിന്ന ഒരു മുതുകാള മുക്രായിട്ടുകൊണ്ട് കടന്നു വന്ന സകല വനിതാ കോൺഗ്രസ് MLA-മാരെയും ആലിംഗനം ചെയ്യുകയാണ്. ഹൈക്കമാൻഡാണോ KPCC ആണോ ഈ ആശ്ലേഷ കമ്മിറ്റിയുടെ ചുമതല ഈ ചെറിയാൻ ഫിലിപ്പിനെ ഏൽപ്പിച്ചിരിക്കുന്നത്? വരുന്ന വനിതാ MLA-മാരെ ഹഗ് ചെയ്ത് സ്വീകരിക്കാൻ ആരാണ് ഈ ചെറിയാൻ ഫിലിപ്പിന് ചുമതല നൽകിയത്? ഒരാൾ സ്നേഹം കൊണ്ട് മറ്റൊരാളെ ആശ്ലേഷിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും മനസ്സിലാക്കാം എന്ന് കരുതി കെട്ടിപ്പിടുത്തത്തെ കയറിപ്പിടുത്തമാക്കി നാണം കെടുത്തി കളഞ്ഞു ഈ ചെറിയാൻ. വയസ്സ് 73 പെണ്ണ് കെട്ടാതെ ആളുകളുടെ മുമ്പിൽ വെച്ച് അഭിമാനികളായ സ്ത്രീകളെ കയറിപ്പിടിക്കാൻ ചെന്ന ചെറിയാൻ എന്തൊരാഭാസ കാഴ്ചയായിരുന്നു. കോൺഗ്രസിൻ്റെ 63 MLA-മാരിൽ ഏതാണ്ട് 60ഓളം പേരെയും ചെറിയാൻ ഫിലിപ്പ് ഇതുപോലെ ആലിംഗനം ചെയ്തു. രമേശ് ചെന്നിത്തല വന്നപ്പോൾ ലിപ് ലോക്ക് ചെയ്യുന്നത് പോലെ തോന്നി. ആര്യാടൻ ഷൗക്കത്തിൻ്റെ തിരുനെറ്റിയിൽ ചുംബിച്ചു. ഷാനിമോളെ ആലിംഗനം ചെയ്ത ശേഷം നോക്കുമ്പോൾ അതാ രമ്യ ഹരിദാസ് വരുന്നു. അവിവാഹിതയായ ആ സ്ത്രീയെയും ആലിംഗനം ചെയ്തു. അവർക്കും അത് അത്ര തൃപ്തിയായി തോന്നിയില്ല. അങ്ങനെ അടുത്തയാളെ കാത്തു നിൽക്കുമ്പോഴതാ ബിന്ദു കൃഷ്ണ വരുന്നു. അവർ മാന്യമായി ഷേക്ക് ഹാൻഡ് ചെയ്തു. ഉടൻ ചെറിയാൻ അവരെ ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുന്നു. കാതിലെന്തോ പറയാൻ ശ്രമിക്കുന്നു. അവർ തൻ്റെ അനിഷ്ടം പുറത്തു കാട്ടി കുതറിമാറാൻ ശ്രമിച്ചപ്പോൾ ആ വൃത്തികെട്ട മനുഷ്യൻ പിന്നെയും ചെല്ലുകയാണ്. ഗ്രൂപ്പുകാരനായി നിന്ന് അറക്കൽപ്പറമ്പിൽ ആന്റണിയുടെ ആരാധകനായി മാറി ഒടുവിൽ കോൺഗ്രസിനെ തെറി പറഞ്ഞ് പുറത്തുപോയ പുള്ളിയാണ് ഈ ചെറിയാൻ ഫിലിപ്പ്. ഇടതുപാളയത്തിലെത്തിയ ശേഷം 2001 പുതുപ്പള്ളിയിൽ ചെന്ന് ഉമ്മൻചാണ്ടിയോട് മത്സരിച്ചു. 2006 കല്ലൂപ്പാറയിൽ ജോസഫും പുതുശ്ശേരിയോട് മത്സരിച്ചു. 2011 വട്ടിയൂർക്കാവിൽ മുരളീധരനോട് മത്സരിച്ചു. എല്ലായിടത്തും തോറ്റു തുന്നം പാടി. ജയസാധ്യതയില്ലാത്ത സീറ്റാണ് തന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടത്. ഇടതുപക്ഷം 2 ഇടത്താണ് ഇദ്ദേഹത്തെ പരീക്ഷണത്തിന് അയച്ചത്. എങ്ങും രക്ഷപ്പെട്ടില്ല ചെറിയാൻ ഫിലിപ്പ്. ഒരിക്കലും പാർലമെൻ്ററി രംഗത്ത് ഗതി പിടിക്കാത്ത ചെറിയാനെ ഇടതുപക്ഷം KTDCയുടെ ചെയർമാനാക്കി. കൈരളി ചാനലിൽ അവതാരകനായി. മോഹമുക്തനായ കോൺഗ്രസ്സുകാരനെന്ന് ആന്റണി വിശേഷിപ്പിച്ച ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിൽ ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു. പാർട്ടി അധികാരത്തിൽ വന്നതോടെ ഫിലിപ്പിന് മോഹങ്ങൾ പൊട്ടിയൊഴുകുകയാണ്. പ്രധാന നേതാക്കളുടെയെല്ലാം കാലുതിരുമ്മി KPCC ആസ്ഥാനത്തുണ്ട് സദാസമയവും ചെറിയാൻ ഫിലിപ്പ്. സുറിയാനി ക്രിസ്ത്യാനികളെ ഇരുത്താൻ പറ്റിയ ഏതെങ്കിലും കസേരയിൽ പാർട്ടി ചെറിയാനെ ഇരുത്തിയേക്കും. ചെറിയാൻ ഫിലിപ്പിൻ്റെ മനസ്സിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്. അത് ഗ്രൂപ്പിൻ്റെ പുതിയ രക്ഷകനായി പ്രത്യക്ഷപ്പെട്ട KC വേണുഗോപാലാകാനാണ് സാധ്യത. വരുന്ന വനിതാ MLA-മാരെ കെട്ടിപ്പിടിച്ച് അവരുടെ ചെവിയിൽ ആ പേര് മന്ത്രിച്ചു വിടാമെന്ന വ്യാജേനയാണ് ഈ കെട്ടിപ്പിടുത്തം. താൻ ചെയ്യുന്ന വകതിരിവില്ലാത്ത പ്രവർത്തികൾ 100 കണക്കിന് ക്യാമറകൾ ഒപ്പിയെടുക്കുന്നു എന്ന ചിന്ത ഈ കെടുമ്പിച്ച ബുദ്ധിജീവിക്ക് വേണ്ടതല്ലേ? മനോരമ ന്യൂസ് ആലിംഗനം പകർത്തി വാർത്തയാക്കി. അതിന് നൽകിയ പേര് ചെറിയാൻ ഫിലിപ്പ് പ്ലിങ്ങി എന്നായിരുന്നു. ഇയാളുടെ ആലിംഗനം കൊണ്ടാണോ ആ സ്ത്രീയെ വോട്ടർമാർ ജയിപ്പിച്ചത്? കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജയിച്ചു വന്ന ഈ വനിതകൾക്കുമേൽ എന്ത് സ്വാതന്ത്ര്യമാണ് ഈ ചെറിയാൻ ഫിലിപ്പിനുള്ളത്? ഇതുപോലെ ചില ഉണങ്ങിയ കാമദേവന്മാർ എവിടെയുമുണ്ട്. ചെറിയാൻ ഫിലിപ്പിന് എന്ത് രക്ഷാകർതൃത്വമാണ് ഈ വനിതകൾക്കുമേൽ ഉള്ളത്? ഉമാ തോമസിനെയും ഇദ്ദേഹം കെട്ടിപ്പിടിക്കുന്നത് കണ്ടു. പൊതുവിടത്ത് പാലിക്കേണ്ട മര്യാദ എന്തെന്നറിയാത്ത ഈ വിക്രിയ വീരനെ ഇന്ന് തന്നെ നേതൃത്വം അടിച്ചു പുറത്താക്കണം. ഇതൊരു ആലിംഗനമല്ല, അതിക്രമമായിരുന്നു. സുരേഷ് ഗോപിയെയൊക്കെ പെണ്ണുങ്ങൾ അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് കണ്ടപ്പോൾ ചെറിയാന് കൊതി വന്നതാണ്. ഇവിടെ ഇത് അന്തസ്സോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വനിതയെ കയറി പിടിക്കാൻ ചെല്ലുന്നു. പൊതുവിടത്ത് വെച്ച് അപമാനിച്ചതിന് ഇയാളെ ബിന്ദു കൃഷ്ണ ഫോണിൽ വിളിച്ച് നല്ല 4 തെറി വിളിക്കാനാണ് സാധ്യത. പലതരത്തിൽ CPMൻ്റെ സൈബർ സംഘങ്ങൾ ബിന്ദു കൃഷ്ണയെ അപമാനിച്ചിട്ടുണ്ട്. ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ അത്തരമൊരു കാഴ്ചയ്ക്ക് അവർക്ക് അവസരം കൊടുത്തു. ഈ വകതിരിവില്ലാത്തവനെ എത്രയും പെട്ടെന്ന് പെണ്ണ് കെട്ടിക്കാനുള്ള തീരുമാനം വേണം KPCC യോഗത്തിൽ ആദ്യം ഉണ്ടാകാൻ. മുഖ്യമന്ത്രിയൊക്കെ എപ്പോഴേലും ഉണ്ടായാൽ മതി. ഒരുപാട് മത്സരത്തിനൊടുവിൽ വൻ വിജയം നേടിയ ഒരു സ്ത്രീയുടെ സകല സന്തോഷങ്ങളും കെടുത്തുന്നതായിരുന്നു ചെറിയാൻ ഫിലിപ്പിൻ്റെ ഈ മോശം പ്രകടനം. ഇത്തരം രോമാഞ്ചമുണ്ടാക്കുന്ന കാഴ്ചകൾ കണ്ടാൽ കമ്മികൾ നിങ്ങളെ വെറുതെ വിടുമോ? ചെറിയാൻ ഫിലിപ്പിൻ്റെ പിറക്കാതെ പോയ മോളുടെ മാമോദിസയാണോ KPCCയുടെ ആസ്ഥാനത്ത് ഇന്ന് നടന്നത്? വരുന്ന വനിതകളെയെല്ലാം കെട്ടിപ്പിടിച്ച് സ്വീകരിക്കാൻ നിങ്ങൾ ആരാണ് മിസ്റ്റർ? ഇത്തരം കള്ള ബെടുവകളോട് ഇറങ്ങിപ്പൊയ്ക്കൊള്ളണം ഈ ടെറിട്ടറിയിൽ നിന്ന് എന്ന് പറയാൻ ആരാ ഇവിടെയുള്ളത്?
അല്ലെങ്കിൽ തന്നെ ഇതുവരെ ആരാ അവിടെ ഉണ്ടായിട്ടുള്ളത്?